നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലെ സങ്കടപ്പെരുമഴ അവസാനിക്കുന്നില്ല. ബാംഗ്ലൂരിലെ യലഹങ്കയിൽ 300ഓളം വീടുകൾ ബുൾഡോസ് ചെയ്തതിനെക്കുറിച്ച് വല്ലാത്ത കരച്ചിലും സങ്കടവും പ്രയാസങ്ങളും ഒക്കെ മനുഷ്യർക്കുണ്ടാകുന്നു. സ്വാഭാവികം, അങ്ങനെ ഉണ്ടാകുകയും വേണം. പക്ഷേ പാവപ്പെട്ട മുസ്ലിങ്ങളായ വൃദ്ധരായ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് തണുപ്പത്തുകൂടി ഓടി നടക്കുന്ന കാഴ്ച, അവർ പൊട്ടിക്കരയുന്ന കാഴ്ച, അവർ സങ്കടപ്പെടുന്ന കാഴ്ച ഒക്കെ അങ്ങോട്ട് കത്തിച്ച് വിടുമ്പോൾ നമ്മുടെ യോഗി ആദിത്യനാഥൊക്കെ ഈ എന്താ പറയുക ധാർമ്മികത പറയുന്നത് പോലെ ചിലതൊക്കെ കാണുമ്പോൾ വല്ലാണ്ട് ചിരിച്ചു പോകുന്നുണ്ട്. അതിൽ ഒരു കുറേ LDF പ്രൊഫൈലുകളുണ്ട്, ചില മനുഷ്യാവകാശ പ്രൊഫൈലുകളുണ്ട്, പിന്നെ അതുകൂടാതെ ചില സോളിഡാരിറ്റി അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടി, ജമാഅത്ത് ഇസ്ലാമി പ്രൊഫൈലുകളൊക്കെ ഉണ്ട് ഈ സങ്കട പെരുമഴയുടെ എഴുത്തിൽ. സംഗതി സങ്കടപ്പെടുന്നതിൽ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ സങ്കടപ്പെടുകയൊക്കെ തന്നെ വേണം. പക്ഷേ ആ സങ്കടപ്പെടും മുമ്പ് ഇങ്ങനെ മുസ്ലിങ്ങൾ സങ്കടപ്പെട്ട് കരയുന്നത് കണ്ട് സിദ്ധാരാമയ്യ സർക്കാരിനെയും അവിടുത്തെ കോൺഗ്രസ് ഗവൺമെൻറ്റിനെയും കോൺഗ്രസ് പാർട്ടിയെയും ഒക്കെ വല്ലാതെ അങ്ങോട്ട് പ്രതിക്കൂട്ടിൽ തൂക്കി നിർത്തി ഇതിനെല്ലാം ഉത്തരവാദിയാക്കുമ്പോൾ അതിൻ്റെ ഘടനാപരമായ സവിശേഷതകളൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അവിടെ 318 വീടുകളുണ്ടായിരുന്നു. അതിൽ പകുതി മുസ്ലിം വീടുകളാണ്. പിന്നെ കുറേ തമിഴ് ക്രൈസ്തവർ താമസിക്കുന്നുണ്ട്, ദളിത് വിഭാഗത്തിൽപ്പെടുന്നവർ താമസിക്കുന്നുണ്ട്. കുറേ പേർ അവിടെ താമസിക്കുമ്പോൾ തന്നെ അവർക്ക് വേറെ താമസിക്കാൻ സൗകര്യമുള്ള വീടുകളുണ്ട്. അതിങ്ങനെ തുടർന്നു വരുന്നൊരു വിഷയമാണ്. അത് ഒഴിവാക്കാൻ വേണ്ടി ഒരുപാട് ശ്രമം നടത്തി എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ അതിലൊരു പ്രത്യേകമായ കാര്യം, കർണാടകയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും മുസ്ലിം സംഘടനകളും മഹല്ല് കമ്മിറ്റികളും ആരും ഇതൊരു സമുദായ പ്രശ്നമായി ഉയർത്തുന്നതേയില്ല. കാരണം അവിടെ ഒരു സാമുദായിക പ്രശ്നം സിദ്ധാരാമയ്യ ഗവൺമെൻറ് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാക്കുമെന്ന് 1% പോലും അവർ വിശ്വസിക്കുന്നതേയില്ല. ചിലരൊക്കെ UPയിലെ യോഗി ആദിത്യനാഥ് ഭരണവുമായിട്ടാണ് അതിനെ താരതമ്യം ചെയ്യുന്നത്. എന്താ UPയിലെ യോഗി ആദിത്യനാഥിൻ്റെ ബുൾഡോസർ രാജ് എന്ന് പറഞ്ഞാൽ? ഒരു മുസ്ലിം പേരുകാരൻ കുറ്റവാളിയായാൽ അവൻ താമസിക്കുന്ന ഇടം മുഴുവൻ അങ്ങ് ഇടിച്ചു നിരത്തുക, അവർ മാത്രം താമസിക്കുന്ന ചില സവിശേഷമായ സ്ഥലങ്ങൾ നശിപ്പിക്കുക, പള്ളികൾ നശിപ്പിക്കുക, ജാഥയ്ക്കിറങ്ങിയാൽ അല്ലെങ്കിൽ ഇറങ്ങി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ വീട് നശിപ്പിക്കുക, ബീഫ് പാചകം ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ ഇടിച്ച് നശിപ്പിക്കുക. ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. ഇതിലാണ് സുപ്രീം കോടതി ഇടപെട്ടത്. ഇത് ഒരു കുടിയൊഴിപ്പിക്കൽ പ്രക്രിയയാണ്. ഇനി ഇത് പറയുമ്പോൾ ഏത് സർക്കാരിനെതിരെയാണ് ഇത് പറയുന്നത് എന്നുള്ളത് കൂടി വസ്തുതാപരമായി ഒന്ന് ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. 2024-25 4% റിസർവേഷൻ അണ്ടർ കാറ്റഗറി ഓഫ് 2B എല്ലാ സിവിൽ പ്രോജക്റ്റുകൾക്കും 2 കോടി മുതൽ അതുപോലെ തന്നെ ഗുഡ്സ് ആൻഡ് സർവീസസിൽ 1 കോടി വരെ ഉള്ള പ്രോജക്റ്റുകളുടെ എല്ലാ ഗവൺമെൻറ് കോൺട്രാക്റ്റിലും 4% മുസ്ലിങ്ങൾക്ക് സംവരണം നൽകണം എന്ന് തീരുമാനിച്ച സർക്കാർ. മൈനോറിറ്റി കോളനി ഡെവലപ്മെൻറ്റിന് വേണ്ടി 1000 കോടി രൂപ മുഖ്യമന്ത്രിയുടെ മൈനോറിറ്റി കോളനി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന ബാക്ക്വേർഡ് ഏരിയയുടെ അതുപോലെ അർബൻ സൈഡുകളിലുള്ളതിൻ്റെയും സ്ട്രക്ചറുകൾ ഇമ്പ്രൂവ് ചെയ്യാനും പശ്ചാത്തല സൗകര്യമൊരുക്കാനും മാറ്റിവെച്ച് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സർക്കാർ. വഖഫ് പ്രോപ്പർട്ടിയുടെ സംരക്ഷണത്തിന്, ഈ മുസ്ലിം ഖബർസ്ഥാനുകളുടെ സംരക്ഷണത്തിന് 150 കോടി രൂപ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച സർക്കാർ. പള്ളിയിലെ മുഅദ്ദീന്മാരുടെയും ഇമാമുമാരുടെയും ശമ്പളം 6000-ഉം 5000-ഉമാക്കി വർദ്ധിപ്പിച്ചത്. അപ്പോൾ 6000-ഉം 5000-ഉം സർക്കാർ ഫണ്ടിൽ നിന്ന് അവർക്ക് ശമ്പളം കൊടുക്കുന്നു, ബാക്കിയുള്ളത് പ്രാദേശികമായി പിരിച്ചു കൊടുക്കുന്നു. ഇത് നൽകുന്ന സർക്കാർ. മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർ കർണാടക എക്സാമിനേഷൻ അതോറിറ്റിയുടെ എക്സാമിനേഷൻ പാസ്സായി പ്രൊഫഷണൽ കോഴ്സിന് ചേർന്നാൽ ഒരു കുട്ടിക്ക് 5 ലക്ഷം പരമാവധി എന്ന കണക്കിൽ 50% ഫീസ് റീഇംബേഴ്സ്മെൻറ്റ് കൊടുക്കുന്ന സർക്കാർ. മൈനോറിറ്റിയിൽപ്പെട്ട മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾ വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുമ്പോൾ അവർക്ക് സ്കോളർഷിപ്പായി 20 ലക്ഷം രൂപ മുതൽ 30 ലക്ഷം രൂപ വരെ കൊടുക്കുന്ന സർക്കാർ. സംസ്ഥാന ഹജ്ജ് ഭവനിൽ കർണാടക ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഒരു സെൻറ്റർ ആരംഭിച്ച് അതിനുള്ള സൗകര്യമൊരുക്കി അവിടെ ഒരു യൂണിവേഴ്സിറ്റി സെൻറ്റർ തുടങ്ങിയ സർക്കാർ. എന്തിനാണ് അവിടെ തുടങ്ങിയത്? ഹജ്ജ് ഭവൻ്റെ പ്രവർത്തനം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഹജ്ജ് സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ. ബാക്കി സമയങ്ങളിൽ മുഴുവൻ നല്ല ഇൻഫ്രാസ്ട്രക്ചർ കിടപ്പുണ്ട്. അവിടെ ഒരു ഈ പറയുന്ന യൂണിവേഴ്സിറ്റി ഓപ്പൺ സെൻറ്റർ തുടങ്ങിയ സർക്കാർ. 50,000 രൂപ വരെ ഈ സംഘടിതമായി മഹല്ലുകളോ ജമാഅത്തുകളോ നടത്തുന്ന കല്യാണത്തിന് മാരേജ് അസിസ്റ്റൻസ് കൊടുക്കുന്ന സ്കീമുള്ള സർക്കാർ. ഈ സാമൂഹ്യ സാംസ്കാരിക ഉന്നമനത്തിനായി മൈനോറിറ്റീസ് താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഒരു കമ്മ്യൂണിറ്റി ഹാൾ പണിയുന്നതിന് 50 ലക്ഷം രൂപ വരെ അനുവദിക്കുന്ന സർക്കാർ.
മൈനോറിറ്റി വിഭാഗത്തിൽ വരുന്ന കുട്ടികൾക്ക് സെൽഫ് ഡിഫൻസ് ട്രെയിനിങ്ങിന് വേണ്ടി ഒരു കുട്ടിക്ക് 25,000 രൂപ വീതം നൽകി 169 റെസിഡൻഷ്യൽ സ്കൂളുകൾ നടത്തുന്ന സർക്കാർ. മൗലാന ആസാദ് പബ്ലിക് സ്കൂളുകൾക്ക് അവിടെ ഉറുദു മീഡിയം സ്കൂളുകൾ അപ്ഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടി മൗലാന ആസാദ് മോഡൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന പദ്ധതിയിൽ 400 കോടി രൂപ അനുവദിച്ച സർക്കാർ. മൗലാന ആസാദ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി 500 കോടി രൂപ മാറ്റിവെച്ച സർക്കാർ. മദ്രസ മോഡേണൈസേഷന് വേണ്ടി കാശ് നീക്കിവെച്ച സർക്കാർ. എലിവേറ്റ് മൈനോറിറ്റീസ് 2025 എന്ന് പറയുന്ന സ്കീമിൽ IT-BT ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പുതിയ മൈനോറിറ്റി പ്രോഗ്രാംസ് ചെയ്യുന്നതിന് 50 ലക്ഷം രൂപ ഗ്രാൻഡ് നൽകുന്ന സർക്കാർ. ഹൗസിംഗ് കോട്ട, അതായത് ഹൗസുകൾ അനുവദിക്കുന്ന വിഷയത്തിൽ ഹൗസിംഗ് സ്കീമുകളിൽ റിസർവേഷൻ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അടക്കം 10% മുതൽ 15% വരെ ഉറപ്പാക്കിയ സർക്കാർ. മൈനോറിറ്റി കോളനി മോഡൽ ഡെവലപ്മെൻറ്റിന് 398 കോടി രൂപ 22 അസംബ്ലികളിൽ ചിലവഴിച്ച സർക്കാർ. ശ്രമശക്തി എന്ന് പറഞ്ഞിട്ട് 50,000 രൂപ വരെ 4% ഇൻട്രസ്റ്റിന് 36 മാസം കൊണ്ട് തിരിച്ചടയ്ക്കത്തക്ക നിലയിൽ സബ്സിഡിയോടുകൂടി മൈനോറിറ്റി സ്റ്റുഡൻസിന് പഠിക്കാൻ വിദ്യാഭ്യാസ സ്കീമുകൾ നൽകുന്ന സർക്കാർ അടക്കമുള്ള നിരവധിയായ പദ്ധതികൾ നടപ്പിലാക്കുന്ന സിദ്ധാരാമയ്യ സർക്കാരിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? മുസ്ലിങ്ങൾ തണുപ്പത്ത് നിൽക്കുന്നു, മുസ്ലിങ്ങളെ അങ്ങോട്ട് ഓടിക്കുന്നു, ബുൾഡോസർ രാജ് നടത്തുന്നു എന്നൊക്കെ പറയുന്നത്. എന്ന് മാത്രവുമല്ല, സ്പീക്കറും മന്ത്രിയും ഒക്കെ അടക്കമുള്ള പ്രകടമായ മുസ്ലിം മതവിശ്വാസികളായ ആളുകളെ മന്ത്രിമാരായി ഉൾപ്പെടുത്തിയതാണ് സിദ്ധാരാമയ്യ സർക്കാർ. അല്ല വേറെന്തെങ്കിലും പാർട്ടി കോട്ടയിലോ പള്ളിപ്പാത്തരോ അല്ല. പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന, മതപരമായ കാര്യങ്ങളിൽ ബന്ധപ്പെടുന്ന, അത്തരത്തിൽ സാമൂഹ്യമായി എല്ലാ മനുഷ്യരോടും ബന്ധപ്പെടുന്നത് പോലെ സ്വന്തം സമുദായത്തോട് ബന്ധപ്പെട്ടാൽ മതേതരത്വവും അല്ലെങ്കിൽ വേറെന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകുമെന്ന് വിശ്വസിക്കുന്നവരല്ല ഖാദർ അടക്കമുള്ളവർ. ആ ആളുകളെ അടക്കം മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി മുന്നോട്ട് പോകുന്നൊരു സർക്കാരാണ് സിദ്ധാരാമയ്യ സർക്കാർ. ആ സർക്കാരിനെയാണ് ഇത് പറഞ്ഞ് ഇതൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ അതിൻ്റെ യഥാർത്ഥത്തിൽ അവിടുത്തെ അവസ്ഥ എന്താ? അവിടുത്തെ എല്ലാ ചാനലുകളും കഴിഞ്ഞ ദിവസത്തോടുകൂടി ഈ വാർത്ത നൽകുന്നത് അവസാനിച്ചു. അവരാരും ഈ ഒരു വാർത്തയിലും ഒരു മുസ്ലിം പരാമർശവും ഈ വിഷയത്തിൽ നടത്തിയില്ല. അവർ നടത്തിയത് കുടിയേറ്റം അഥവാ ഇങ്ങനെ കടന്നു കയറി സർക്കാർ സ്ഥലത്ത് താമസിച്ചിരുന്നത് ഒഴിവാക്കി. അത് ഏറ്റവും അനിവാര്യമായൊരു കാര്യമായിരുന്നു. പിന്നെ അതിൽ നടപടിക്രമങ്ങളോ അത്തരം കാര്യങ്ങളോ പാലിക്കാതിരുന്നു എന്നൊക്കെ പറയുന്ന ചില പ്രതിഷേധങ്ങൾ ഒഴിച്ചാൽ ഇതെല്ലാം അവസാനിച്ചു. ഇതിനവിടെ നേതൃത്വം നൽകുന്നത് BS സമീർ ഖാൻ എന്ന് പറയുന്ന ഒരു ഹൗസിംഗ് മിനിസ്റ്ററാണ്. സിദ്ധാരാമയ്യയുടെ സ്വന്തം മിനിസ്റ്ററാണ്. വളരെ ക്ലോസ് ആയിട്ടുള്ള മിനിസ്റ്ററാണ്. പവർഫുൾ മിനിസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ മാറിയവരെ താൽക്കാലികമായി സ്കൂളുകളിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ആക്കി അവരവരുടെ താല്പര്യപ്രകാരം യോഗ്യമായ സ്ഥലത്ത് ഈ ഹൗസിംഗ് മിനിസ്റ്ററുടെ കീഴിൽ തന്നെ റീഹാബിലിറ്റേഷൻ സംവിധാനം നൽകി അവരെ പുനരധിവസിപ്പിക്കും എന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഈ സ്ലെമ്മിൽ നിന്നുള്ള മോചനം അനിവാര്യമായവർക്ക് ഏറ്റവും ഉചിതമായ രീതിയിൽ നൽകുക എന്നതാണ് ഇനി മുന്നോട്ടുള്ള സംഗതി. അത്തരത്തിൽ മാത്രമേ അവിടെയുള്ള മുസ്ലിം സംഘടനകൾ പോലും ഈ വിഷയത്തെ സമീപിച്ചിട്ടുള്ളൂ. പിന്നെ ഇതിനെല്ലാം മേൽനോട്ടം വഹിക്കുന്ന റവന്യൂ മന്ത്രി ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ആളാണ്. അദ്ദേഹത്തിൻ്റെ പേര് കൃഷ്ണ ഭൈരഗൗഡ എന്നാണ്. ഈ കൃഷ്ണ ഭൈരഗൗഡ എന്ന് പറയുന്ന ആൾ, ഭൈരഗൗഡ എന്ന് പറയുന്ന ഒരു സോഷ്യലിസ്റ്റ് മിനിസ്റ്റർ, അതായത് പഴയ കാലത്തെ SR ബൊമ്മെ, ചന്ദ്രശേഖർ, രാമകൃഷ്ണ ഹെഗ്ഡെ തുടങ്ങിയവരുടെ കാലത്തെ കറതീർന്ന സോഷ്യലിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനാണ് ഈ മിനിസ്റ്റർ. 50-51 വയസ്സേ ഉള്ളൂ. ട്രൂലി സെക്കുലറാണ്, അൾട്രാ സെക്കുലർ എന്ന് വെച്ചാൽ അമേരിക്കയിലടക്കം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലൊക്കെ ഉന്നത വിദ്യാഭ്യാസത്തിനും യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ പോയി ഉന്നത ഡിഗ്രി സ്വന്തമാക്കി അതിനുശേഷം വളരെ പ്രൊഫഷണലായി റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ആ പ്രദേശത്തിൻ്റെ MLA. അവർക്കിത് പരിഹരിക്കാൻ കേവലം 1-2 മാസം കൊണ്ട് ഈ വിഷയത്തെ വളരെ സ്മാർട്ടായും ശാശ്വതമായും അവർക്ക് പരിഹരിക്കാൻ കഴിയും. ഈ കൃഷ്ണഭൈരഗൗഡ 4ാം തവണയാണ് MLA ആകുന്നത്, മന്ത്രിയാകുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അവിടുത്തെ വോട്ട് ബാങ്കും സപ്പോർട്ട് ബേസും എല്ലാം മുസ്ലിംസാണ്. എല്ലാ മനുഷ്യരോടും സെക്കുലറായി പെരുമാറുന്ന ആളുമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് പറഞ്ഞത് ഈ മുസ്ലിം സ്നേഹം പറഞ്ഞ് ഈ വിഷയത്തെ കത്തിച്ച് അതിൽ ഇച്ചിരി തേയിലയും പഞ്ചസാരയൊക്കെ ഇട്ട് ചായ കുടിക്കാമെന്ന് ആരും മോഹിക്കരുത്. പിന്നെ
ജമാഅത്ത് ഇസ്ലാമിക്കും സോളിഡാരിറ്റിക്കും ഒക്കെ റീഹാബിലിറ്റേഷൻ്റെ പാകപ്പിഴകൾ ഒക്കെ പറയുന്നതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. മനസ്സിലായി? അതിലേക്ക് നമ്മൾ ഈ പറയുന്ന അവകാശങ്ങൾക്കൊക്കെ വേണ്ടി നിലപാടെടുക്കണം, അതിലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷേ അത് ഒരു മുസ്ലിം വിരുദ്ധ സർക്കാരായി, അല്ലെങ്കിൽ അത്തരത്തിലങ്ങ് ഉമ്മാമാർ കരയുന്നു, ഉപ്പുപ്പാമാർ കരയുന്നു, അവർ തെക്കോട്ടോടുന്നു, ഇങ്ങോട്ടോടുന്നു, യോഗിയുമായി ഇതിനെന്ത് ബന്ധമാണുള്ളത് എന്നൊക്കെ പറയുന്ന ആക്ഷേപങ്ങൾ ദയവായി ഇതിലേക്ക് കൊണ്ടുവരരുത് എന്ന അഭ്യർത്ഥന മാത്രമേ എനിക്കുള്ളൂ. ഉള്ള തണലും കൂടി മുറിച്ച് കളഞ്ഞ് നടുവെയിലത്ത് നിന്ന് പുറത്തടി വാങ്ങിക്കരുത്, അതുകൊണ്ട് പറഞ്ഞെന്നേ ഉള്ളൂ.